മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ദിവ്യ എസ് അയ്യർ IAS. ഇന്നലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ രാഗേഷ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ഒരു അഭിനന്ദന കുറിപ്പിട്ടത്. ആ അഭിനന്ദന കുറിപ്പിലെ പുകഴ്ത്തൽ വാചകം ഇങ്ങനെയായിരുന്നു: കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചം എന്നായിരുന്നു കെ രാഗേഷിനെ പുകഴ്ത്തി ദിവ്യ IAS കുറിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് ചില വാക്കുകൾ കൂടിയുണ്ട്. വിശ്വസ്തയുടെ രൂപമാണ്, പിന്നെ അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ മഷിക്കൂട്ടാണ് എന്ന തരത്തിലുള്ള ചില വാചകങ്ങൾ കൂടി അതിലുണ്ട്. പക്ഷേ എന്തായാലും ഈ അഭിനന്ദന കുറിപ്പ് വലിയ രീതിയിൽ വിവാദമായി. കോൺഗ്രസ് നേതാക്കളിൽ നിന്നടക്കം വലിയ വിമർശനമുയർന്നു. കെ മുരളീധരൻ പറഞ്ഞത് പിണറായിയുടെ പാദസേവ ചെയ്യുന്ന ആളാണ് ദിവ്യ എസ് അയ്യർ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ശബരിനാഥ്, ദിവ്യ എസ് അയ്യരുടെ ഭർത്താവും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവുമായ ശബരിനാഥനും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത്രയധികം വിവാദമായിട്ടും തൻ്റെ പോസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ദിവ്യ എസ് അയ്യർ രംഗത്തെത്തിയത്. നാലാളോട്, നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം തോന്നേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ദിവ്യ എസ് അയ്യർ ഇപ്പോഴും ന്യായീകരിക്കുന്നത്. എന്താണ് ആ അഭിനന്ദനക്കുറിപ്പിലെ തെറ്റ്, ശരികേട് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു IAS ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനത്തെ അഭിനന്ദിക്കുന്നതിലെ ഒരു ശരികേട് എത്രത്തോളമുണ്ട് അജിംസ്? അതായത് ദിവ്യ എസ് അയ്യർ ഒരു IAS കാരി എന്ന നിലയ്ക്ക് അവർ അഭിപ്രായം പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉണ്ട്, അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ദിവ്യ എസ് അയ്യർ പറഞ്ഞത് ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആവാം. അവരുടെ ഭർത്താവ് കൂടിയായ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ പറഞ്ഞു അതൊരു നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കമൻറ്റാണ്, പക്ഷേ ഇൻഅപ്രോപ്രിയേറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കുറേ കൂടി ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് കാരണം വെച്ചാൽ IAS ഉദ്യോഗസ്ഥർക്ക് ഒരു സർവീസ് റോളുണ്ട്, അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുണ്ട്. ആ സർവീസ് ചട്ടങ്ങളിൽ കൃത്യമായി പറയുന്നൊരു കാര്യം, രാഷ്ട്രീയമായ ഓവർടൂണുള്ള, അതായത് രാഷ്ട്രീയ ചുവയുള്ള പ്രസ്താവനകൾ നടത്തരുത്. മറ്റൊന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു രാഷ്ട്രീയ ഐഡിയോളജിയോടോ ചായ്വ് പുലർത്തരുത്, അഫിലിയേറ്റഡ് ആവരുത് എന്ന് പറയുന്നുണ്ട്. നിലവിൽ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കാം, സർക്കാർ നയങ്ങളെയും വിമർശിക്കാൻ പാടില്ല എന്നുള്ളത് സർവാംഗീകൃതമായ ഒരു സത്യമാണ്. അത് സർവീസ് ചട്ടങ്ങളിലുള്ളതാണ്. അപ്പോൾ ഇത് സർക്കാരിനെ വിമർശിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നതിൻ്റെ പേരിൽ നടപടി നേരിട്ട ഒരുപാട് IAS ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം, കണ്ണൻ ഗോപിനാഥൻ ഒരു ഉദാഹരണം. പൗരത്വ നിയമത്തിനെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം IAS പണി അവസാനിപ്പിച്ചത്. നടപടി നേരിട്ടതാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. രാജിവെക്കുകയാണ് ഇത് നടപടി വരുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നോക്കുമ്പോൾ, പുകഴ്ത്തുകയാണ്, ഒരാളെ പുകഴ്ത്തുന്നു. പുകഴ്ത്തുന്ന ആരാണ്? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവർ പുകഴ്ത്തുന്നത്. ആ പുകഴ്ത്തൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സർവീസ് ചട്ടങ്ങളുടെ ലംഘനങ്ങളിൽ വരുന്ന ഒന്നാണ്. അതിൻ്റെ കാരണം, ഒരു IAS ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ നല്ല ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ കെ രാഗേഷ് നല്ല ആളാണ്, നല്ല കഴിവുള്ള ആളാണ്. MP എന്ന നിലയിലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടാകാം. അത് ദിവ്യ എസ് അയ്യർക്ക് അറിയാമായിരിക്കാം. വ്യക്തിപരമായി അവർക്ക് അഭിപ്രായം ഉണ്ടാകാം, അത് പറയാം. പക്ഷെ ആ പറയാൻ ഉപയോഗിച്ച സാഹചര്യമാണ് പ്രശ്നം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കെ കെ രാഗേഷ് നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന് അവർ പറയുന്നതിൽ തെറ്റുമില്ല. കാരണം അതൊരു ഒഫീഷ്യൽ പദവിയാണ്. ഇതങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം, ഒന്ന്, ഈ രാഷ്ട്രീയ പാർട്ടിയോട് ദിവ്യ എസ് അയ്യർക്ക് അഫിലിയേഷൻ ഉണ്ടെന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കും. പൊതുജനങ്ങൾക്ക് റോങ് മെസ്സേജാണ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ദിവ്യ എസ് അയ്യർ ഇത് ആദ്യമായിട്ടല്ല ഈ പുകഴ്ത്തൽ നടത്തുന്നത്. ഇതിനു മുമ്പ് വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനത്തിനാണെന്ന്, അതിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് അവർ വേദിയിൽ സംസാരിച്ചു. അപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി എന്തിനാണ് IAS ഉദ്യോഗസ്ഥർ പുകഴ്ത്തുന്നത്? ആ പുകഴ്ത്തിയതിൻ്റെ ടോണിനെ കുറിച്ചും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായതാണ്. അന്ന് KPCCയുടെ സോഷ്യൽ മീഡിയ ചുമതല ഉണ്ടായിരുന്ന ആളാണ് സരിൻ വളരെ രൂക്ഷമായിട്ട് ദിവ്യ എസ് അയ്യരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ നടപടിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്ന്, അവർ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ വിമർശിക്കുകയല്ല, ഇത് പുകഴ്ത്തുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ട ഒരാൾ പുകഴ്ത്തുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധ്യതയില്ല. മുമ്പ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയതിൻ്റെ പേരിലും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ നടപടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിലൊരു പ്രശ്നം ചെയ്തൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. IAS ഉദ്യോഗസ്ഥർ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പുകഴ്ത്താൻ തുടങ്ങുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ദിവ്യ എസ് അയ്യർ എന്തിനാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ഉള്ളിൽ CPM-നോട് ചിലപ്പോൾ താല്പര്യമുണ്ടാകാം. വ്യക്തിപരമായി അവർക്ക് CPM എന്ന പാർട്ടിയോട് താല്പര്യമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയനോട് താല്പര്യമുണ്ടാകാം. അവർക്കൊരു ഉള്ളിൽ വ്യക്തിപരമായൊരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടായേക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ശബരിനാഥൻ്റെ ഭാര്യയാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് CPM-നോട് അനുഭാവം തോന്നാതിരിക്കാനോ അല്ലെങ്കിൽ CPM നേതാക്കളോട് ആദരവുണ്ടാവുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ അത് പ്രകടിപ്പിക്കുന്നത് പല കാരണങ്ങളാൽ അത്
ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഒന്ന്, സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ആ കാര്യത്തിലുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ 2020 പുറപ്പെടുവിച്ച ഒരു ഗൈഡ് ലൈൻ ഉണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയ ചുവയുള്ള, രാഷ്ട്രീയ ചായ്വുള്ള പ്രസ്താവനകൾ നടത്തരുതെന്ന് കൃത്യമായ ആ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടി ലംഘനമാണിത്. 2-3 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ചട്ടവിരുദ്ധതയുണ്ട്. ഇനി ദിവ്യ എസ് അയ്യർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു ചോദിച്ചാൽ, ഒരു പക്ഷേ ശബരിനാഥൻ എന്ന കോൺഗ്രസ് നേതാവിൻ്റെ പങ്കാളിയാണ് എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ മാറ്റി നിർത്തലോ രാഷ്ട്രീയമായ വൈരാഗ്യമോ തനിക്ക് സർക്കാരിൽ നിന്ന് ഉണ്ടാവേണ്ടതില്ല എന്ന് കരുതി കുറച്ച് കയറ്റി അടിക്കുന്നതായിരിക്കാം. അതെന്തായാലും ഇന്ന് മുരളീധരൻ പറഞ്ഞതുപോലെ പതപ്പിച്ചോ, പക്ഷേ അധികം പതയരുത് എന്ന് പറയുന്നത് പോലെ അത് ഓവറായി നോക്കേണ്ടത് ദിവ്യ എസ് അയ്യർ തന്നെയാണ്. നൗഫലി, IAS ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കുന്നില്ല, പ്രശ്നം അത് എത്രത്തോളം ഉണ്ട്? അതിനേക്കാൾ ഉപരി നമ്മളെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ, എതിരാളിയെ അഭിനന്ദിക്കുന്നത് എന്തോ വലിയ പാപമായിട്ട് കാണുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ശശി തരൂരിന് ഇത് ഈ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പലർക്കും ഒരാൾ നല്ലത് ചെയ്താൽ അയാൾ എതിരാളിയാണെങ്കിലും ശത്രുവാണെങ്കിലും കൊള്ളാം, നല്ല കാര്യമാണ് എന്ന് പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നം നമ്മൾ ഒരു പൊതുസമൂഹത്തിലുണ്ട്. അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് എനിക്കിത് ഇതായിട്ട് തോന്നുന്നത്. ദിവ്യ എസ് നായരുടെ IAS കാര്യം മാത്രം മാറ്റി നിർത്തുക, ഇത് മാത്രം എടുക്കുക. അപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പം ഒരു ക്രിക്കറ്റ് കളി നടക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് കളി കളിക്കും, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കുന്നു വെച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്ലെയേഴ്സ് റണ്ണെടുക്കുമ്പോഴും വിക്കറ്റ് എടുക്കുമ്പോഴും വലിയ ആരവമായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഒരു ഇംഗ്ലണ്ട് പ്ലെയർ ഒരു 4 അടിച്ചാലോ 6 അടിച്ചാലോ അവിടെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഇത് എതിരാളി നല്ലത് ചെയ്താലും നമ്മൾ അഭിനന്ദിക്കില്ല. പക്ഷേ ഇതേ ക്രിക്കറ്റ് തന്നെ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്നു നോക്കും. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റ് നടക്കുമ്പോൾ ഏത് പ്ലെയർ നല്ലത് ചെയ്താലും, ഒരു 4 അടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെച്ചാലോ ആ സ്റ്റേഡിയം ഒന്നാകെ കൈയടിക്കും. അതൊരു ലോർഡ്സിലൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ല. ദിവ്യയുടെ കാര്യം എടുത്തു നോക്കുമ്പം ഈ പറഞ്ഞ ചട്ടലംഘനമൊക്കെ ഉണ്ടാകാം. പക്ഷേ അവരെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു ദൃശ്യം നമ്മുടെ ADMൻ്റെ മരണത്തിൻ്റെ സമയത്താണ്. ADMൻ്റെ മരണത്തിൻ്റെ സമയത്ത് അവർ ഫുൾ ടൈം ആ ADMൻ്റെ ബോഡി കൊണ്ടുവന്ന സമയത്ത് ഫുൾ ടൈം അവിടെ നിൽക്കുകയും അതിന് മുന്നിൽ നിന്നിട്ട് പൊട്ടി കരയുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അവർ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥയാണ്, ഇദ്ദേഹവുമായി കൂടെ ജോലി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ആ കുറഞ്ഞ കാലം അദ്ദേഹവുമായി ജോലി ചെയ്ത ആ അടുപ്പം അവർക്ക് വല്ലാതെ ഫീൽ ചെയ്ത അയാളുടെ മരണം. അപ്പോൾ അതും ആ സത്യത്തിൽ ആ കരച്ചിൽ, ആ കണ്ണുനീർ ശരിക്കും സർക്കാരിനെതിരെയുള്ള കണ്ണുനീരായിരുന്നു. കാരണം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആ ഒരു മരണത്തിലുണ്ടല്ലോ. പക്ഷേ അപ്പോഴും അവരവിടെ നിന്ന് കരഞ്ഞു. ആ കരയിലിപ്പം അവർ ഫേസ്ബുക്ക് പോസ്റ്റല്ല ഒന്നുമല്ല, പക്ഷേ ആ കരച്ചിൽ എല്ലാ മാധ്യമങ്ങളും വളരെ അവരുടെ കണ്ണിൻ്റെ ക്ലോസ് വരെ കാണിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് അവരെ ഒന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, അവരുടെ ഒരു സ്വാഭാവികമായ ഒരു ഇതാണ്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ളതിനുള്ള ഉത്തരവാദിത്തം അവർ മറക്കാൻ പാടില്ല. അവർ എങ്ങനെ ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പെരുമാറണം എന്നുള്ള കാര്യം അവർ ആലോചിക്കേണ്ടതുണ്ട്. അത് അവർ നിർവഹിച്ചില്ല എന്നുള്ള സത്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അവർ നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണം അത് പലപ്പോഴും കടുത്തു പോകുന്നുണ്ട്. പലരും പല രീതിയിൽ അവരൊരു സ്ത്രീയാണെന്ന് കൂടി പരിഗണിക്കാതെയുള്ള ആ രീതിയിലുള്ള വിമർശനങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ചെറിയൊരു ജാഗ്രതക്കുറവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു നിഷ്കളങ്കതയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയാണ് തോന്നുന്നത്. യെസ്, അതുതന്നെയാണ് ദിവ്യ എസ് അയ്യർ പറഞ്ഞത്. നല്ലത് കണ്ടു കഴിഞ്ഞാൽ അഭിനന്ദിക്കുന്നത് അത് തൻ്റെ പ്രകൃതമാണ്, അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് ദിവ്യ എസ് അയ്യർ പറഞ്ഞത്. ഒരുപക്ഷെ അതൊരു സ്വാഭാവികമായി അവരിൽ നിന്ന് വന്ന അവരുടെ ഒരു നേച്ചറിൻ്റെ ഭാഗമായി വന്നതായിരിക്കാം. എന്തായാലും അത് വലിയ വിവാദമായിട്ടുണ്ട് എന്നതാണ് വസ്തുത.